അസ്സലാമു എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുള്ള ആ ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശയാണ്. അപ്പോൾ ദോശക്കല്ലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ഞാൻ അടുപ്പിൽ തീയൊക്കെ മുട്ടി അങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും ഇതാ ഞാൻ നമ്മുടെ മാവൊക്കെ മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ എന്ന് പറയുന്നത് എന്നും ചുടുന്ന പോലത്തുള്ള ആ ഒരു ദോശയല്ല കേട്ടോ. ഇത് ഞാൻ കുറച്ചൊന്ന് ലൂസും അല്ല അതുപോലെ ടൈറ്റും അല്ലാത്ത രീതിയിൽ തേങ്ങയും ചോറും ഉപ്പും ഒക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ അടിച്ചെടുത്തിട്ടുള്ള ദോശമാവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചട്ടി നല്ലപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ റെഡി ആക്കിയിട്ടുള്ള മാവ് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഒരു തവി മാത്രം ഒഴിച്ചിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒന്ന് പരത്തി ഇങ്ങാണ്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ദോശ ഇങ്ങനെയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ ജസ്റ്റ് ചിരകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ മിക്സിയിൽ അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മുകൾ ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് എടുത്തിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുന്ന ആ ഒരു രീതിക്കുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അതുപോലെ ഇത് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരെ അവിടെ ആ ഒരു ഭാഗം കുക്കായതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള ദോശയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ അടുത്ത ദോശയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീഡിയോൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. അതുപോലെ വ്യൂസും കാര്യങ്ങളും എല്ലാം കുറവാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കാലം വീഡിയോ ചെയ്യാതിരുന്നിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നമാണെന്നറിയാം. എന്നാലും നിങ്ങളാരും എന്നെ മറക്കില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇതാ ദോശക്കുള്ള കറി ചെറുപയർ കറിയായിരുന്നു. അത് ഞാൻ നേരത്തെ റെഡിയാക്കി. പിന്നെ ചായയും നമ്മളെ രാവിലത്തെ ആ ഒരു ദോശയും കാര്യങ്ങളൊക്കെ റെഡി ആയപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് എൻ്റെ ലൈഫ് സ്റ്റൈൽ ബ്ലോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുന്നതായിരിക്കും. തലേന്ന് ഇതാ കുറച്ച് ചെമ്മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അത് കിട്ടിയ സമയത്ത് ഇതുപോലെ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് തൊലിയൊക്കെ കളയാൻ വിചാരിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദോശ ചുട്ട് കഴിഞ്ഞ സമയത്ത് തന്നെ ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ തീ അടുപ്പത്ത് ഉണ്ടാവുന്ന സമയത്ത് പെട്ടെന്ന് ബേക്കിലായിട്ട് നമ്മൾ ഓരോ കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളെ പണി ഈസി ആയിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ചുട്ടതിന് ശേഷം അരിയൊക്കെ ഇട്ടിട്ട് നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് വേണം ചെമ്മീനൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് സെറ്റാക്കാൻ. പിന്നെ അത്യാവശ്യം നല്ല പോലെ ചെറിയ ചെമ്മീനാണ്, അത്യാവശ്യം നല്ല പോലെ ഉണ്ട് വേണം. അപ്പോൾ ചെമ്മീനൊക്കെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ചെമ്മീൻ്റെ ആദ്യം തന്നെ ആ ഒരു തായ് ഭാഗത്ത് ഉണ്ടല്ലോ, ആ വാലിൻ്റെ ആ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചാൽ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ആയിട്ട് ഒരു സാധനമുണ്ട്, അതിൻ്റെ ആ ഒരു നൂല് പോലത്തെ സാധനം അതും കൂടി എടുത്ത് ഒഴിവാക്കിയാൽ നമ്മൾ ചെമ്മീൻ റെഡിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന്
റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇതാ മോൾ ഉറങ്ങുന്ന ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുക്കുന്നത്. പിന്നെ അവൾ എണീക്കണതിൻ്റെ മുമ്പ് തന്നെ ഇതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എത്രത്തോളം ചെയ്യാൻ കഴിയുമെന്ന് അറിയില്ല. അപ്പോൾ മാക്സിമം കഴിയുന്നിടത്തോളം അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ ചെയ്താൽ ആ ഒരു പണിയെടുത്ത് തീരും കേട്ടോ. പിന്നെ ഈ ചെറിയ ചെമ്മീനായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ തൊലിച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത്രയൊന്നും തോനെ നമുക്ക് കിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ദാ കുറച്ച് കാന്താരി ഉണ്ടായിരുന്നു കേട്ടോ മൂത്ത് വന്നത്. അതൊക്കെ ഒന്ന് പറിക്കാൻ വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങിയതായിരുന്നു. നല്ല വെയിലുള്ള ഒരു ദിവസമാണ് കേട്ടോ അത്. അത്യാവശ്യം ഈ ഒരു ടൈമിൽ നല്ല വെയിലുണ്ട്. പിന്നെ കുറച്ചേ ഉള്ളൂ കേട്ടോ കാന്താരി. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഉപ്പേരിയിലൊക്കെ ഇടാൻ ആവശ്യമായിട്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ദാ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തേക്കുള്ള ഉപ്പേരി വെക്കാൻ ഉള്ള മാത്രമാണ് ഇപ്പോൾ ഉണ്ടായി വന്നിട്ടുള്ളത്. പിന്നെ ഉള്ളതൊക്കെ ചെറിയതാണ് കേട്ടോ. അപ്പോൾ ഒരു മുരിങ്ങാമരം ഉണ്ട്, ആ മുരിങ്ങൻ്റെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തൊക്കെ ഉള്ള എൻ്റെ ഒരു ചെടി ഉണ്ട് കേട്ടോ, ഒരു വള്ളിമുല്ല പോലത്തെ ആ ഒരു പേരാണ്, ശരിക്കും അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ആ മുല്ലമ്മക്കൂടിയാണ് ഈ ഒരു കോവക്കൻ്റെ വള്ളിയും കൂടിയും പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അയിമന്ന് മൂത്തതൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുരിങ്ങൻ്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെല്ലെ പൊട്ടാത്ത രീതിയിലൊന്ന് താഴത്തേക്ക് വലിച്ചു കേട്ടോ. പിന്നെ തോട്ടിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കിട്ടുന്നതൊക്കെ വേഗം എടുത്തിട്ട് അപ്പോൾ ഇത്രയെങ്കിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിലിട്ട് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നാളെ നമുക്ക് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ ഞാൻ വൈകുന്നേരം ആയ സമയത്താണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു പഴം ഉണ്ടായിരുന്നു കേട്ടോ, ഒരു വലിയ നേന്ത്രപ്പഴം, അത്യാവശ്യം നല്ല വണ്ണമുള്ള നേന്ത്രപ്പഴമായിരുന്നു. അപ്പോൾ അത് വെറുതെ അവിടെ വെക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് വൈകുന്നേരത്തെ ചായക്കടി ആക്കാമെന്ന് വിചാരിച്ചിട്ട് പഴംപൊരി ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ വൈകുന്നേരത്തെ ചായക്കടിക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു പഴം കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് മൈദപ്പൊടിയൊക്കെ യൂസ് ആക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു പഴംപൊരി റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പഴംപൊരിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. നല്ല പോലെ നമ്മൾ റെഡിയാക്കിയാൽ നല്ല പോലെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല പോലെ മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ടാൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി ആയിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ കുറച്ചൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? മുറിച്ചപ്പോൾ നല്ല ഉള്ളൊക്കെ നല്ല വെന്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പഴംപൊരിക്ക് കുടിക്കാനായിട്ട് കാപ്പി ഉണ്ടല്ലോ, കാപ്പിൻ്റെ വെള്ളമാണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ കാപ്പിയൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം വൈകുന്നേരത്തെ ചായയും കാര്യങ്ങളൊക്കെ ഒന്ന് കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ ഫോർ വാച്ചിങ്.